വടക്കേ മലബാറിലെ പുണ്യപുരാതന ക്ഷേത്രമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, കണ്ണൂരുകാരുടെ സ്വന്തം മുത്തപ്പൻ. മുത്തപ്പൻ കാവിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ എൻ്റെ യാത്രാ ട്രാവൽ വ്ലോഗിലൂടെ. നമുക്ക് പറശ്ശിനിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാം. കണ്ണൂർ പ്രൈവറ്റ് സെൻറ്ററിൽ നിന്നും പറശ്ശിനിക്കടവിലേക്ക് ഒന്നിടവിട്ട സമയങ്ങളിൽ നിരവധി ബസ് സർവീസുകൾ ലഭ്യമാണ്. പറശ്ശിനിക്കടവ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഒന്നുകിൽ കാൽനടയായിട്ടോ അല്ലെങ്കിൽ ഓട്ടോ സർവീസിനോ ആശ്രയിച്ച് നമുക്ക് ക്ഷേത്രത്തിലെത്താവുന്നതാണ്. ഇരുവശങ്ങളിലും നിരനിരയായി നിൽക്കുന്ന കടകൾ, അതും കടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൂരെ നമുക്ക് കാണാം മുത്തപ്പൻ കാവിലേക്കുള്ള പ്രവേശന കവാടം. വളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ടതെന്നാണ് ഐതിഹ്യം. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8:30 വരെയും രാത്രിയിൽ 8 മണി മുതൽ 9-9:30 വരെയും ഇവിടെ വെള്ളാട്ടവും തിരുവപ്പനയും മുത്തപ്പൻ്റെ എഴുന്നള്ളത്തും എല്ലാ ചടങ്ങുകളും ഇവിടെ നടക്കാറുണ്ട്. തൻ്റെ അരികിലെത്തുന്ന ഓരോ ഭക്തരുടെയും സങ്കടങ്ങൾ കേട്ട് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് അനുഗ്രഹം നൽകിയാണ് മുത്തപ്പൻ അവരെ യാത്രയാക്കുന്നത്. ദേശാന്തരങ്ങൾ കടന്നും ഓരോ ഭക്തനും മുത്തപ്പനെ തേടി പറശ്ശിനിക്കടവ് മടപ്പുരയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ദിനവും. മുത്തപ്പന് മീനും കള്ളും നിവേദ്യമായി നൽകുന്നു. ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തർക്കും വൻപയറും തേങ്ങാപ്പൂളുമാണ് പ്രസാദമായി നൽകുന്നത്. കൂടാതെ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവുമുണ്ട്. നിരവധി ഭക്തർക്ക് ഇവിടുന്ന് അന്നദാനം സേവിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ സ്തുത്യർഹമായ ഒരു സേവനമാണ് മടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വരുന്ന ഓരോ ഭക്തർക്കും ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഫെസിലിറ്റി തന്നെയുണ്ട്. നമുക്ക് ബോട്ടിംഗ് സർവീസാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസുണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ട് സർവീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബോട്ട് സർവീസിൻ്റെ പ്രത്യേകതകൾ ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ബോട്ടൊക്കെ എങ്ങനെയുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ ബോട്ട് ജെട്ടിയാണ് നമ്മളിപ്പോൾ പുറകിൽ കാണുന്നത്. ഇവിടെ നിന്നുള്ള മനോഹരമായിട്ടുള്ള നല്ലൊരു വ്യൂസ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടുത്തെ ലഭ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ട് സർവീസ്, അതായത് ലോക്കലായിട്ടുള്ള നമുക്ക് പ്രൈവറ്റ് ബോട്ടുകളുണ്ട്, ഗവൺമെൻറ് ബോട്ടുകളുണ്ട്. അരമണിക്കൂറത്തേക്കുള്ള ചാർജ് എന്ന് പറയുന്നത് നമുക്ക് 50 രൂപയാണ്. കൂടാതെ ഫാമിലി ബോട്ട് സർവീസ് ഉണ്ട്. ഒരു ബോട്ടിൽ എനിക്ക് തോന്നുന്നു ഈ ടൈപ്പ് ബോട്ടാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് 500 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഇതാണ് നമുക്ക് ബോട്ടിൻ്റെ ഉൾവശത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മനോഹരമായിട്ടുള്ള ഇരിപ്പിട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നമുക്ക് നോട്ടീസ് ബോർഡിലുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് യാത്രക്കാരായിട്ട് പുറപ്പെടുന്ന ഒരു ബോട്ടാണിത്. ഡബിൾ ഡെക്കറായിട്ടുള്ള ഒരു ബോട്ടാണ്. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ നമ്മളെത്തുന്ന ഓരോ ഭക്തർക്കും ആത്മീയതയ്ക്കും അപ്പുറത്ത് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും എല്ലാം തന്നെ മാനസിക ഉല്ലാസം നൽകുന്നതുമായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സജ്ജീകരണം തന്നെയാണ് നമ്മുടെ ടൂറിസം വകുപ്പിൻ്റെതായി ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും. നമുക്ക് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഓരോ മലയാളികൾക്കും എത്തിച്ചേരാൻ കഴിയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രവും ഒരു ടൂറിസ്റ്റ് പ്ലേസും തന്നെയാണ് നമുക്ക് ഈ പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്നേക് പാർക്കുണ്ട്, വിസ്മയ പാർക്കുണ്ട്. അങ്ങനെ എല്ലാ ടൂറിസ്റ്റ് സെൻറ്ററുകളും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്രദേശത്ത് എന്നുള്ളതാണ്. അപ്പം ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.